പൂക്കോയി മുതലാളി ഇടിയോടിടി ഇടിയെന്ന് പറഞ്ഞാ പോരാ ഇടിവെട്ടി ഇടി. നിങ്ങള് ഒരു വർഗീയ ഞാൻ എന്ത് ചിന്തിക്കണമെന്നും ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്നും അഹമ്മദ് ബാബ തീരുമാനിക്കണ്ട. അഹമ്മദ് ബാബയ്ക്ക് പറയാം, അഹമ്മദ് ബാബയ്ക്ക് പറയാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അടുത്തൊരു പ്രേക്ഷകൻ ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ അഹമ്മദ്. ശ്രീ അഹമ്മദ് അല്ലേ? അഹമ്മദ്, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നതൊക്കെ. അത് ശരിയായ ഒരു ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് തോന്നുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാനാണുള്ളത്. സാധാരണ എല്ലാവരും ഇതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അത് ന്യൂസ് 18 ചാനലിന് ഈ ഒരു വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യം കാണുന്നുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യം വേണ്ടെന്നൊരു നിലപാടുണ്ടോ? പ്രത്യേക താല്പര്യം വേണ്ട. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ല, ഞങ്ങൾക്ക് അതെ ഈ ഞങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടോ എന്ന് തോന്നേണ്ട കാര്യം താങ്കൾക്ക് എന്താണ്? അതിൽ എനിക്ക് മനസ്സിലായില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഞങ്ങളിപ്പോ ഇത് വാർത്ത കൊടുത്തോണ്ട് എന്താ ഇപ്പൊ ഞാൻ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ അഹമ്മദ് ബാബ, ഒരു മിനിറ്റ്. അല്ല, ഹേമ കമ്മിറ്റി അവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഇപ്പൊ അല്ല പറയുന്നത് കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പേ ഈ യുവതി അല്ലെങ്കിൽ ഈ നടി, ചലച്ചിത്ര താരം അവിടെ ചെന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ഇത് വാർത്തയാക്കണ്ട എന്നാണോ താങ്കളുടെ അഭിപ്രായം? പിന്നെ താങ്കൾക്ക് എന്താണ് വാർത്തയാക്കേണ്ടത്? ഈ പരാതി അതെന്താ വാർത്തയായാൽ താങ്കളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ഈശ്വറിന് എതിരിൽ പരാതി കൊടുത്തതല്ലേ? ഇപ്പൊ കൊടുത്തതാണ്. വാർത്ത കൊടുക്കണ്ടേ? ഇപ്പൊ കൊടുത്തതാണ്. രാഹുൽ ഈശ്വർ എന്ത് തെറ്റാ ചെയ്തത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. രാഹുൽ ഈശ്വർ എന്ത് തെറ്റ് ചെയ്തു? അല്ല, ഞാൻ രാഹുൽ ഈശ്വർ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല. മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് രാഹുൽ ഈശ്വറിന് പറയാൻ രാഹുൽ ഈശ്വറിന് അധികാരമില്ലെന്നാണ് ഈ യുവതി പറയുന്നത്. ആരും പൊതുരംഗത്താകുമ്പോ അങ്ങനെ പറയണം. എങ്ങനെ പറയണം? ഞാൻ കുറച്ചു കാലം ഈ സിനിമ നടന്മാരെയും നടികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഗൾഫിൽ പ്രോഗ്രാം നടത്തി. അതൊക്കെ ആയിരിക്കാം. എന്നെ പോലെ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് ഒരു വേലയില്ലേ? അതുകൊണ്ട് ആളുകളോട് നമുക്ക് പോയി പറയാം. നമ്മൾ പറഞ്ഞ ശ്രീ അഹമ്മദ് ബാബ പറഞ്ഞാൽ എന്നോട് നാളെ പറയാണ്, മനു ഭാരത് നിങ്ങൾ ഈ വസ്ത്രമെല്ലാം ധരിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കൂ. സുഹൃത്തെ, ഒരു മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കും. ഈ മാന്യത എന്താണെന്ന് തീരുമാനിക്കാൻ ഈ നാട്ടിലൊരു നിയമമുണ്ടല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ ഫർണിച്ചർ കടയുടെ ഒരു പരസ്യം കാണിച്ചു, അണി റോസിന്റെ. എങ്ങനെയുണ്ടാ പരസ്യം? എന്താ കുഴപ്പം? എനിക്കറിയില്ല. 2 മിനിറ്റ് ചുറ്റിയും തരാമോ? എന്നതിനാ? ഞാൻ ആ കരിമരുന്നിന്റെ പണി 5 മിനിറ്റിനുള്ളിൽ തീർത്തരാം. എന്റെ അഹമ്മദ് ബാബ, ഇതിലെന്താന്ന് ഈ അഹമ്മദ് ബാബയ്ക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്ക് അഹമ്മദ് ബാബയുടെ തന്നെ പ്രശ്നം അല്ല ഈ അഹമ്മദ് ബാബ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഇപ്പൊ ചില ആളുകൾ അവര് മുഴുവൻ കൈയും മുഖവും മാത്രം കാണിക്കും, അത് അവരുടെ മാനദണ്ഡമാണ്. വേറെ ചില ആളുകൾ കുറച്ച് ഫ്രോക്ക് ധരിക്കും, അത് അവരുടെ മാനദണ്ഡമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ പാന്റ് ധരിക്കുന്നുണ്ടോ? പക്ഷെ പാന്റ് ധരിക്കുന്നത് മാന്യതയല്ല എന്ന് വിശ്വസിക്കുന്നവരില്ലേ? പബ്ലിക് പ്ലേസിൽ പാന്റ് ധരിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരില്ലേ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അല്ല, ഞാൻ ചോദിക്കുന്നത് പബ്ലിക് അതൊക്കെ പറയാം. അല്ല, അതിന് നമ്മളൊരു ബോബി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കില്ല. നമ്മളിപ്പോ എടുക്കുന്നത് ഒരു രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യാണ്. ഇത് മാന്യതയല്ല, ഇത് മാന്യതയാണ് എന്ന് ഫിക്സ് ചെയ്യാൻ രാഹുൽ ഈശ്വർ അണിറോസിനെ വിളിച്ചെന്ന് കാണിച്ചു. എന്താ മുഖ്യമന്ത്രി വാളയാറുള്ള കുട്ടികളുടെ അമ്മയെ വിളിക്കാഞ്ഞത്? ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. അല്ല, അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഞാൻ മുഖ്യമന്ത്രിയുടെ വക്താവല്ലോ. അല്ല, നിങ്ങൾ ഇത് ചർച്ച ചെയ്യും. അല്ല, അത് നിങ്ങൾ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ വക്താവാണ്. മുഖ്യമന്ത്രി വിളിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അദ്ദേഹം വിളിക്കട്ടെ. മുഖ്യമന്ത്രി വിളിക്കൂല, എന്തുകൊണ്ട് നിങ്ങൾ അത് ചർച്ചയാക്കിയില്ല? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ വാളയാർ കേസ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്റെ പൊന്നു സുഹൃത്തെ. അല്ല, അഹമ്മദ് ബാബയ്ക്ക് ഇതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അഹമ്മദ് ബാബ തൽക്കാലം വിഷമം സഹിക്കാന്ന് നിർവാഹമുള്ളൂ.
ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കാല്ലേ. നാലല്ല, ഇത് ഒരു 30 ദിവസം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഇത്രയും ആളുകൾ ഈ സമൂഹത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പക്ഷേ ഇത് 30 ദിവസം ചർച്ച ചെയ്യണം തോന്നിയാൽ 30 ദിവസം ചർച്ച ചെയ്താലും ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ ഞങ്ങൾക്ക് ഒരിക്കലും ശ്രീ അഹമ്മദ് ബാവയുടെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും സ്ത്രീ വസ്ത്രം ശരിയല്ല എന്ന് പറയാനുള്ള നിലവാരത്തിലേക്ക് ഞങ്ങൾ ഒരു ഘട്ടത്തിലും മാറില്ല. അത് ഞങ്ങളുടെ ആ സ്വാതന്ത്ര്യമല്ല. മാന്യമാണെന്ന് തീരുമാനിക്കാൻ എന്താണ് അല്ല മാന്യത എന്താണ് മാന്യമായ വസ്ത്രം എന്ന് നിങ്ങൾ എങ്ങനെയാ ധരിക്കുന്നത്? ഒരാള് ഞാൻ പറയുന്നത് ഒരാൾ പർദ്ദയിട്ട് പോകുന്നു, അത് ശരിയല്ല എന്ന് വേറൊരാൾക്ക് പറയാൻ അധികാരമുണ്ടോ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള പുരുഷനല്ലേ? പ്രായപൂർത്തിയായ പുരുഷൻ ഏതായിരിക്കും മാന്യമായ അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. അത് പല ആളുകൾക്ക് പല അഭിപ്രായമാണുള്ളത്. ചിലർ പർദ്ദയിട്ടാണ് പോകുന്നത്, ചിലർ തട്ടമിട്ടാണ് പോകുന്നത്, ചിലർ ചുരിദാറിട്ടാണ് പോകുന്നത്, ചിലർ സാരി ഉടുത്താണ് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ അല്ല ശ്രീ അഹമ്മദ് ബാവയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു മിനിറ്റ് അല്ല എനിക്ക് അറിയാൻ വേണ്ടി അല്ല അഹമ്മദ് ബാവ ഒന്ന് കേൾക്ക്. എന്റെ പൊന്ന് അഹമ്മദ് ബാവ എന്ന് എനിക്കും പറഞ്ഞ അഹമ്മദ് ബാവയല്ലേ പറഞ്ഞത്. ഞാൻ അഹമ്മദ് ബാവയോട് ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ മാനദണ്ഡം എന്ത്? എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും, പിന്നെ ഞാനൊന്ന് കഴിച്ചാലുണ്ടല്ലോ നീ ചാവും. മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത് പർദ്ദയാണോ അതോ തട്ടമാണോ അതോ ചുരിദാറാണോ അതോ സാരിയാണോ അതോ എന്താണ് പാന്റാണോ? നിങ്ങൾ അപ്പോഴത്തേക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ എങ്ങോട്ടും കൊണ്ടുപോയില്ല. ഞാൻ ചോദിക്കുന്നത് അഹമ്മദ് ബാബു പറയുന്നത് അനുസരിച്ച് മാന്യമായ വസ്ത്രം എന്താണ്? പാന്റാണോ ചുരിദാറാണോ തട്ടമിടലാണോ പർദ്ദയാണോ അതോ വേറെ എന്താണ്? അഹമ്മദ് ബാബയുടെ മാന്യമായ വസ്ത്രധാരണ പരിധി എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി പറയാത്തിടത്തോളം കാലം അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അഹമ്മദ് ബാബയ്ക്ക് മറുപടി ഇല്ല. അപ്പൊ ഞാൻ പൊട്ടനാ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അഹമ്മദ് ബാബയുടെ മാന്യതയുടെ പരിധി എന്താണ്? അത് പാന്റിടലാണോ തട്ടമിടലാണോ അതോ ചുരിദാറാണോ സാരിയാണോ പർദ്ദയാണോ? നിങ്ങളെ പരിധി എന്താ? എല്ലാം കൂടി എന്റെ പരിധി ആ മനുഷ്യർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വസ്ത്രം ധരിക്കാം. എന്തെങ്കിലും നിയമപരമായ തെറ്റുകൾ ഉള്ളിടത്ത് അത് പൊതു എടുത്തെന്ന് പറയാം. പൊതു എടുത്തപ്പോ നമ്മൾ കോടതി പോകുമ്പോ അതിനൊക്കെ കൃത്യതയുണ്ട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത് പൊതു എടുത്ത് പോകുമ്പോ പോലീസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ യൂണിഫോം ധരിക്കണം. കോടതിയിൽ പോകുമ്പോൾ വക്കീലാണെങ്കിൽ ആ വസ്ത്രം ധരിക്കണം. ഡോക്ടർമാർക്ക് അവരുടെ വസ്ത്രം കൊണ്ട്, വിദ്യാർത്ഥികൾക്ക് അവരുടെ വസ്ത്രം കൊണ്ട്. പൊതു എടുത്ത് ഇറങ്ങാൻ അതിന് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു നിയമവും ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ബീച്ചിൽ കാറ്റ് കൊള്ളാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു പോയാൽ ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിന് സമൂഹത്തിന്റെ ഒരു പൊതു നീതിയുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അഹമ്മദ് ബാബയ്ക്ക് എന്നെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല ഇതിൽ ഏത് വസ്ത്രമാണ് മാന്യത എന്ന്. അല്ലെ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങ് ഈ വസ്ത്രത്തിന്റെ മാന്യത പറയുകയാണ്. അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എവിടെയാണ് മാന്യത എന്ന്? എനിക്കറിയാമോ എനിക്കറിയില്ല എന്ന്. തളരരുത് രാമൻകുട്ടി, തളരരുത്. എനിക്കറിയാത്ത കാര്യം ഞാൻ അഹമ്മദ് ബാബയോട് ചോദിക്കുകയാണ്. അഹമ്മദ് ബാബയെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വസ്ത്രം എന്താണ്? മാന്യമായ വസ്ത്രം ഒരു ഇടത്തിൽ ഇറങ്ങുമ്പോ എല്ലാ ശരീരഭാഗം കാണിച്ചുകൊണ്ടുള്ള അപ്പൊ എല്ലാരും പർദ്ദയിട്ട് നടക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. പർദ്ദയിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതാണ്. നിങ്ങള് ഒരു വർഗീയ ഇതിലൊക്കെ വർഗീയതയൊന്നും കാണണ്ട. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് അല്ല അങ്ങനെ ഒന്നും ഇത് കാണണ്ട. വേണ്ടി പണം പിരിച്ചപ്പോ തുടങ്ങിയതാണ്. അല്ല നിങ്ങൾ ഇതിൽ തീരുമാനമായിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്റെ പൊന്ന് അഹമ്മദ് ബാബ, നമുക്ക് ആദ്യം ഇതിൽ തീരുമാനമാക്കാം. ഞാനൊരു ഒറ്റ കാര്യമുള്ളൂ. അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. നിങ്ങൾ അതിര് കിടക്കുന്നു. ഞാൻ എന്ത് ചിന്തിക്കണമെന്നും ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്തായാലും അഹമ്മദ് ബാബ തീരുമാനിക്കണ്ട. അഹമ്മദ് ബാബയ്ക്ക് പറയാനുള്ളത് അഹമ്മദ് ബാബയ്ക്ക് പറയാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. എല്ലാവരുടെ കാര്യം തീരുമാനിക്കല് ന്യൂസ് ചാനലാ. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നത്. ഞങ്ങൾ ആരെയും ഞാനാണോ കേരളത്തിലെ ആളുകളുടെ വസ്ത്രധാരണം തീരുമാനിക്കാൻ പോയത്? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് വേദനിപ്പിക്കുന്ന ഒരു വിഷയമായിരിക്കാം. എനിക്ക് നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ തുടരുന്നില്ല. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. പാടോ.